മോളെ ജോജി എവിടെ? ജോജി ഇപ്പൊ ഇറ്റലിയിലാ, സെമിനാരി നയിച്ചതാ. അപ്പച്ചി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ജെസ്സിയുടെ വേർപാടിന്റെ വേദനയിൽ നിന്ന് ഈ കുടുംബം ഇനിയും കരകയറിയിട്ടില്ല. ഇനിയും ദുഃഖിപ്പിക്കാനാണോ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം? കോടതിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണെങ്കിലും അപ്പച്ചിയുടെ ക്രിസ്റ്റി ഒരു കൊലപാതകയായി മാറുമെന്ന് അപ്പച്ചി കരുതുന്നുണ്ടോ? ഇവനാണ് എല്ലാത്തിനും പ്രശ്നക്കാരൻ. ഇവനെ വിശ്വസിക്കരുത് അപ്പച്ചി. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നിന്റെ ബോംബെയിലെ ഗുണ്ടായിസ് ഇവിടെ വേണ്ട. ക്രിസ്റ്റിക്ക് എന്താ വേണ്ടത്? എല്ലാം എന്റെ കുറ്റമാണെന്നാണ് സ്ഥാപിച്ചെടുക്കേണ്ടത്. ഞാൻ ഏൽക്കാം. അപ്പച്ചി, ഇവൻ പറയുന്ന കേട്ടില്ലടാ. ഇനി എന്റെ മൂത്ത മോന്റെ സ്ഥാനത്ത് ഇവനാ. ഇവിടെ നീ ഇനി വരരുത്. ഇവളുടെ വിവാഹം ശേഷിക്കുന്ന എന്റെ ഏക സ്വപ്നമാണ്. നീ എന്ന ക്രിമിനലിന്റെ പേരിലാണ് പല നല്ല ആലോചനകളും മുടങ്ങിയത്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള ആരുടെ മുമ്പിലും അപേക്ഷിച്ചിട്ടില്ല. ഇപ്പൊ അപേക്ഷിക്കുക നിന്നോട്. ദയവ് ചെയ്ത് നീ ഈ നാട്ടിലേക്കേ വരരുത്. നീ ഇവനെ സൂക്ഷിക്കണം. നിന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു. പക്ഷെ നിനക്ക് വേണ്ടി കരിം ലാല കാത്തിരിപ്പുണ്ട്. വൈപ്പിനടുത്താണ് ഈ ബോട്ട് നിൽക്കുന്നത്. സോ വൈപ്പിനടുത്തുള്ള ഏതോ ബിൽഡിങ്ങിലാണ് പെൺകുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്റ്റി, ഞാൻ പറഞ്ഞു കേക്ക്. ഇവയ്ക്ക് വേണ്ടി അച്ഛൻ എത്ര പണം വേണമെങ്കിലും തരും. നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ. നിനക്കും ഷെയർ തരാം, പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ, കൊല്ല്. കഴിയില്ല നിനക്ക്. എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും നിനക്ക് നിന്റെ അപ്പനോട് ജീവിതകാലം മുഴുവൻ. നിന്നെ കൊന്നാലും എന്റെ അപ്പൻ എന്നെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. പക്ഷെ കരീം ലാല, ഞാൻ അദ്ദേഹത്തിന് ദാനം ചെയ്തതാ നിന്റെ ഈ ജീവൻ. കരീം ലാല, അതിന് അയാൾക്ക് എന്നെ കണി കാണാൻ കിട്ടിയിട്ട് വേണ്ടേ കൊല്ലാൻ. രഞ്ജിത്ത്, മീനാക്ഷി, പേടിക്കണ്ട.
മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞയച്ചതാ എന്നെ. കം. ഓക്കെ സാർ. റൂം വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലെത്തി ടിക്കറ്റ് കളക്ട് ചെയ്യണം. ഓക്കെ സാർ. ഞാൻ മീനാക്ഷിയെ ഡ്രോപ്പ് ചെയ്ത് എയർപോർട്ടിലെത്താം. സാർ. കം. അച്ഛാ, വിജി ദാ മോളെത്തി. മോളെ. താങ്ക്സ്. ഞാനിപ്പോ തന്നെ പോകുന്നു. എന്റെ കൂടെയുള്ളവര് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയണം. ഷുവർ. അച്യുതാ, ഓ സാറിനൊന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ശരി സാർ. ഓക്കെ. വാ മോളെ. സാർ എങ്ങനെയുണ്ട്? നമുക്ക് പോകാം എങ്ങോട്ട്? അധോലോകത്തേക്ക്. സാർ എനിക്ക് ചെറിയ രീതിയിൽ വെട്ടാനും കുത്താനൊക്കെ അറിയാം. ടും ടിം ടബേ ടമാർ. സാർ ഒരുപാട് ചോര പുരണ്ട കത്തിയായത് കോഴിയുടെ മീൻ്റെ. സാർ പ്ലീസ് സാർ എന്നെ ഒരു ദാവൂദോ ഒരു ചോട്ടരാജനോ ആക്കി തന്ന മാത്രം മതി. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജീവിച്ചോളാം. ഇപ്പൊ ഈ ലോക ചക്രവർത്തിമാർക്ക് പിന്നിലാണ് അധോലോകം. സുധാകരൻ സാർ നിന്ന നിൽപ്പിൽ കോടികൾ ഉണ്ടാക്കിയത് നീയും കണ്ടതല്ലേ. ദക്ഷിണ വെക്കേണ്ടത് അവിടെയാണ്. ഗുഡ് ബൈ. അപ്പൊ ആണോ? അയ്യോ സാറെ പോകല്ലേ, അയ്യോ സാറെ പോകല്ലേ. എന്താടോ? നാളെ രാഹുകാലത്തിന് മുമ്പ് വെറ്റിലും പാക്കുമായിട്ട് ഞാൻ വരും. എന്തിന്? ദക്ഷിണ വെക്കാൻ. ഛെ, പോടോ. യെസ്. ഹോം മിനിസ്റ്റർ മകളെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചു അല്ലേ? കൺഗ്രാറ്റ്സ്. പക്ഷേ ചെറിയൊരു പ്രശ്നം. അവളെ തട്ടിക്കൊണ്ടായ ജോർജ് കുട്ടിയില്ലേ, അയാൾ കൊല്ലപ്പെട്ടു. അയാളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ എന്നെ പോലീസിന് ഇൻഫോം ചെയ്ത്. അവസാനമായിട്ട് അവിടെ വന്നത് നിങ്ങളാണെന്നാണ് അവരുടെ മൊഴി. മന്ത്രിയുടെ പെട്ട കേസായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും മീഡിയ ഒന്ന് ധരിപ്പിക്കാൻ ചെറിയൊരു ലീഗൽ ഫോർമാലിറ്റി. എന്റെ കൂടെ ഒന്ന് വരണം. ഈ കാർ തന്നെ മതി. ഓക്കെ. ക്ലിയർ. ലെറ്റ്സ് മൂവ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ഉടനെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം. സാർ. മരിച്ചാളുടെ ബന്ധുക്കളാരെങ്കിലും? പ്രായമുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ചോദിച്ചപ്പോ അപ്പച്ചനാണെന്ന് പറഞ്ഞത്. സർ. ഒടുവിൽ ഞങ്ങളുടെ ജോർജ് കുട്ടിയെ നീ അപ്പച്ചി, കൊന്നും കൊലവിളിച്ചും ചോര കണ്ട് അറപ്പുമാറിയ നിനക്ക് എന്റെ നെഞ്ചിൽ പോലും കത്തികേറ്റ മടി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും കൊല്ലപ്പെട്ട ജോർജ് കുട്ടിയും ക്രിസ്റ്റിയും തമ്മിലുള്ള പകയുടെ കഥ അങ്ങ് മുംബൈയിൽ നിന്ന് തുടങ്ങിയതാ. അതിന്റെ പേരിലായിരുന്നു ജയിൽ ശിക്ഷ. ക്രിസ്റ്റി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ജോർജ് കുട്ടി മുംബൈ വിട്ടു. കാത്തുനിന്ന് നീ നാട്ടിലെത്തി കരുതി കുട്ടി കൊന്നു. അനാവശ്യം പറയരുത്. പിന്നെ എന്തിനാണ് നീ നാട്ടിലെത്തിയത്? വയസ്സായ നിന്റെ ഈ തന്തയ്ക്ക് ഉണ്ട്. നടക്കണോ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഈ കണ്ണുകളിൽ ജ്വലിക്കുന്ന ചതി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തമ്പി, നിന്റെ തന്തയ്ക്ക് പറക്കാത്ത പറപ്പുകേട് എന്നോട് കാണിച്ചാണ്ടല്ലോ. തൂക്കിയെടുത്ത് വണ്ടി കയറ്റണം. ആ സാർ, നേരെ പോലീസ് ക്യാമ്പിലേക്ക്. ചോദ്യം ചെയ്യാനൊക്കെ അവിടെ വെച്ച് മതി. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കാം. കൂടെയുള്ള രണ്ടുപേരെ പറ്റി അന്വേഷിക്കുന്നത് അവര് ബോംബെക്ക് കടന്നു സംശയമുണ്ട്. ആ സാർ.
വണ്ടിയുണ്ട്. അവനെ ഗൺ പോയിന്റ് നിർത്തോ. നീ എന്താ വിചാരിച്ച് 5-6 ഡൂക്ലി പോലീസുകാരും നിന്നെ പോലെ ഒരു മാങ്ങാത്തുലൻ IPS കാരനും കൂടെ ചേർന്നാൽ എന്നെ അങ്ങ് പുളുത്തിക്കളയാവുന്നു? എന്റെ കളിത്തട്ടങ്ങ് മുംബൈയിലാ. ചോരയുടെ മണമുള്ള കാറ്റ് വീശുന്ന മുംബൈ. അവിടെ നിന്നെ പോലെ 10-50ഓളം IPS കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുമൊത്ത് കള്ളനും പോലീസും കളിച്ചിട്ടുമുണ്ട്. ഇനി നിന്റെ പോലീസിനെ വെറുതെ അക്കരയ്ക്ക് വിടണ്ട. എന്റെ റൂട്ട് വേറെയാ. ദാ വരുന്നത് കണ്ടോ? എനിക്ക് പോകാനുള്ളതാ. ഇനി കളി എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഒരു കോച്ചിന്റെ ഫീസ് വാങ്ങാതെ തന്നെ പഠിപ്പിക്കാം. പഠിപ്പിച്ചിട്ടേ ഞാൻ കൊച്ചി വിടൂ. ഹരിഹരോ ഹര.